ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുകെയിലെ സ്കിൽഡ് വർക്കർ വിസയിലോ ഹെൽത്ത് ആൻഡ് കെയർ വിസയിലോ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വിസയിലോ ഉള്ള ഒരാൾക്ക് ഒരു സെക്കൻഡ് ജോബ് ഓപ്ഷൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. നമുക്ക് സ്കിൽഡ് വർക്കർ വിസയുടെ കാര്യം നോക്കാം. നിങ്ങൾ യുകെയിൽ സ്കിൽഡ് വർക്കർ വിസയിൽ ഉള്ള ഒരാളാണെങ്കിൽ ആഴ്ചയിൽ 20 മണിക്കൂർ സെക്കൻഡ് ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ വിസ പെർമിറ്റ് ചെയ്യുന്നത്. അതിനും ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ മെയിൻ ജോബിൻ്റെ അതേ ഒക്യുപ്പേഷൻ കോഡായിരിക്കണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ജോലിക്ക് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജോലി ആയിരിക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് 20 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ നിങ്ങളുടെ ഒക്യുപ്പേഷൻ കോഡിലല്ലാത്ത വ്യത്യസ്തമായ ഒരു ജോലി ചെയ്യണമെങ്കിലോ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഹെൽത്ത് ആൻഡ് കെയർ വിസയുടെ കാര്യം നോക്കാം. ഹെൽത്ത് ആൻഡ് കെയർ വിസയ്ക്ക് കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ പ്രൈമറി ജോബിൻ്റെ അണ്ടറിൽ അൺലിമിറ്റഡ് ആയിട്ട് ഓവർ ടൈം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് തരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോബ് കോഡിൽ കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിട്ടൊരു ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ 20 മണിക്കൂറായിരിക്കും ആഴ്ചയിൽ നിങ്ങൾക്ക് സെക്കൻഡ് ജോബ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെൽത്ത് ആൻഡ് കെയർ ജോബ് പെർമിറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ റൂൾസും സ്കിൽഡ് വർക്കർ വിസയുടെ പോലെ തന്നെയാണ്. നിങ്ങളുടെ പ്രൈമറി ഓക്യുപ്പേഷൻ കോഡിൻ്റെ സെയിം ഓക്യുപ്പേഷൻ കോഡിൽ വരുന്ന ജോലി ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നായിരിക്കണം. ഇനി ഡിപ്പെൻഡന്റ് വിസയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അവർലി ലിമിറ്റേഷൻസ് ഇല്ല. നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ട് ബിസിനസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് ഇനി അതല്ല സോഷ്യൽ മീഡിയയോ എന്ത് രീതിയിലുള്ള ഇൻഫ്ലുവൻസിങ് വർക്കോ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യം വരുന്നത്. ഈ വിസയിൽ ഉള്ളവർക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ മീഡിയം വഴി പണം സമ്പാദിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ അത് വിസ കണ്ടീഷൻസിൻ്റെ ബ്രീച്ച് ആകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് UK ഗവൺമെൻറ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റിയോ ആയിട്ടായിരിക്കും. സെക്കൻഡ് ജോബായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ മെയിൻ ജോബിൻ്റെ അതേ ഒക്യുപ്പേഷൻ കൂടുതൽ വരുന്നുണ്ടോ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് നിങ്ങൾ നോക്കണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് സെക്കൻഡ് ജോബായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുമല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് എന്ന് പറയുന്നത് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിനകത്ത് വരുന്ന ഒന്നായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് 20 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഈ കണ്ടീഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ വിസ കണ്ടീഷൻ്റെ ലംഘനമായിട്ടായിരിക്കും UK ഗവൺമെൻറ് ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ആക്ടിവിറ്റീനെ കാണാൻ പോകുന്നത്.